സ്വാമി ശാശ്വതീകാനന്ദയെ കൊലപ്പെടുത്തിയതാണെന്നും കൊലയ്ക്ക് പിന്നിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയുമാണെന്നും ബിജു രമേശ്. പ്രവീൺ വധക്കേസിലെ പ്രതി പ്രിയനാണ് കൊല നടത്തിയത്. ഇക്കാര്യം പ്രിയൻ ജയിൽ അധികൃതരോട് തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. യോഗം പ്രസിഡന്റ് ഡോക്ടർ സോമന്റെ നിർദ്ദേശാനുസരണമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും അതിന്റെ പ്രത്യുപകാരമായാണ് സോമന് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചതെന്നും ബിജു രമേശ് ആരോപിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെയും നിർദ്ദേശാനുസരണം പ്രവീൺ വധക്കേസ് പ്രതി പ്രിയൻ സ്വാമി ശാശ്വതീകാനന്ദയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ബിജു രമേശ് ആരോപിച്ചു. സ്വാമിയുടെ മരണം കൊലപാതകമാണ്. അതിൽ കൊല ചെയ്ത ആള് ശ്രീ പ്രിയൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. സെൻട്രൽ ജയിലിലുണ്ട്. സ്വാമിയെ കൊന്നത് പ്രിയനാണ് എന്ന് അവിടെ പ്രിയൻ തന്നെ അവരവിടെയുള്ള ജയിലിലുള്ള ഉദ്യോഗസ്ഥരോട് പറയുകയുണ്ടായി. പ്രിയൻ ജയിലിൽ വെച്ച് ഇക്കാര്യം തുറന്നു സമ്മതിച്ചതായി ജയിൽ വാർഡന്മാർ തന്നോട് പറഞ്ഞിട്ടുണ്ട്. താനിത് പരസ്യമാക്കിയതിനെ തുടർന്ന് പുറത്തു പറയരുതെന്ന് പ്രിയൻ ഫോണിൽ ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ അത് പ്രിയനുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു, എന്നെ ചേട്ടൻ ഉപദ്രവിക്കരുത്. ഞാൻ ചോദിച്ചു, ഞാൻ താങ്കളെ എന്ത് ഉപദ്രവിക്കാനും, ഞാൻ താങ്കളെ എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഇല്ല, സ്വാമിയുടെ ഇതുമായി ബന്ധപ്പെട്ട് നിരാഹാരം ഇരിക്കുകയും ഇവിടെ സമരവും പരാതിയൊക്കെ കൊടുത്തു എന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നു. ഞാനാണ് ശാശ്വതാനന്ദ സ്വാമിയെ കൊന്നത്. പ്രവീൺ വധക്കേസിലെ മറ്റൊരു പ്രതി DYSP ഷാജി തനിക്കയച്ച കത്തിലും ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ശിവഗിരിയിലെ സന്യാസിമാരോടും ഗോകുലം ഗോപാലിനോടും മറ്റും ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാര്യങ്ങൾ ധരിപ്പിച്ചെങ്കിലും ഗുണമുണ്ടായില്ല. ദുബായിൽ വെച്ച് തുഷാർ വെള്ളാപ്പള്ളി മദ്യപിച്ചെത്തി ശാശ്വതീകാനന്ദയെ കയ്യേറ്റം ചെയ്തിരുന്നു. അന്ന് രാത്രി മദ്യപിച്ച് തുഷാർ വെള്ളാപ്പള്ളി ചെന്നിട്ട് സ്വാമിയെ മർദ്ദിക്കുകയുണ്ടായി. കൊലയ്ക്ക് ശേഷം വെള്ളാപ്പള്ളി സ്വാമിയുടെ മുട്ടത്തറയിലെ വീട്ടിലെത്തി രേഖകൾ എടുത്തുകൊണ്ടുപോയതിനും സാക്ഷികളുണ്ട്. ഡോക്ടർ സോമന്റെ നിർദ്ദേശാനുസരണമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും അതിന്റെ പ്രത്യുപകാരമായാണ് സോമന് യോഗത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചതെന്നും ബിജു രമേശ് പറഞ്ഞു. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം താമസിച്ചിരുന്ന മുട്ടടയുള്ള വീട്ടിൽ വരികയും അവിടെ ഉണ്ടായിരുന്ന സ്വാമിയുടെ മുഴുവൻ റെക്കോർഡ്സും അദ്ദേഹത്തിന്റെ അലമാര തുറന്ന് കംപ്ലീറ്റ് റെക്കോർഡ്സും അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഡിക്കിയിൽ കയറ്റി തിരിച്ചു പോയിട്ടാണ് സ്വാമിയുടെ ഫ്യൂണറൽ ചടങ്ങിന് അതിനുശേഷം ഉണ്ടായ ചടങ്ങുകൾക്കൊക്കെ അദ്ദേഹം കൂടുകയും പങ്കെടുക്കുകയും ചെയ്തത്. അത് അവിടെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് തന്നെ അവിടുത്തെ മുട്ടത്തറ ശാഖാ പ്രസിഡന്റ് നേരിട്ട് കണ്ടിട്ടുള്ള ദൃക്സാക്ഷിയാണ്. അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു, സ്വാമി വർക്കലയിലേക്ക് പോയില്ലേന്ന് ചോദിച്ചാൽ പറഞ്ഞില്ല, പോവുകയാണെന്ന് വെള്ളാപ്പള്ളി അപ്പോൾ അത് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. മരണത്തെപ്പറ്റി ക്രൈം ഡിറ്റാച്ച്മെന്റ് നടത്തിയ അന്വേഷണം പ്രഹസനമാണ്. ശിവഗിരിയിലെ സന്യാസിമാർക്ക് പോലും വെള്ളാപ്പള്ളിയെ ഭയമാണ്. ഏതു സ്വാമിയെയും സമാധിയാക്കാൻ വെള്ളാപ്പള്ളിക്ക് കഴിയുമെന്നും ബിജു രമേശ് പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.